ഞാൻ ഈ അവസാനം സംസാരിക്കാം എന്ന് തീരുമാനിച്ചൊരു ചെറിയ കാരണമുണ്ട്. ഇത്രയും ആൾക്കാർ സംസാരിച്ചു കഴിയുമ്പോൾ എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത് എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഞാൻ അങ്ങനെയാണ് അഹങ്കരിച്ചു, ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു. ആരും അങ്ങനെ പറഞ്ഞില്ല. ഏതായാലും വളരെ സന്തോഷം. ചന്ദ്രൻ, ഈ TV ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ സിനിമയോ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കണ്ടുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോമങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിലൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രൻ്റെ കൃഷ്ണൻകുട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അല്ലേ കബനിയാണ് ആദ്യം. കബനി നദി ചുവന്നപ്പോൾ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണ്. അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായി. പക്ഷേ ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോടെ നോക്കുകയും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായില്ല. ഞാൻ ചാൻസിന് വേണ്ടി സമീപിക്കാത്ത ആൾക്കാർ ആരുമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത് തന്നെ. പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്നും ന്യൂ വേവ് സിനിമയെന്നും ആധുനിക സിനിമയെന്നും അത്യന്താധുനിക സിനിമയെന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചും വന്നവരാണ്. വളരെ കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയിന്ന വെടിവെക്കുന്ന വില്ലന്മാരെ ഇടിച്ച് വീഴ്ത്തുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കണമെന്നായിരുന്നു. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരവസരവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഹിറ്റുകളാവുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളൊന്നും. ഒരുപാട് സിനിമാ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടതായിരുന്നു. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയുള്ള ഈ വളരെ കമേഴ്ഷ്യൽ ഇല്ലാത്ത സിനിമാ പ്രവർത്തകരുടെ സിനിമയിൽ അഭിനയിക്കാൻ കൊതിച്ചു മോഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എൻ്റെ സിനിമാ മോഹങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കാലത്തും ചന്ദ്രനെപ്പോലുള്ളൊരു സംവിധായകൻ്റെ ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടുമില്ല. ഞാൻ നിരസിച്ചിട്ടുമില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ ഒന്തന്മാടയാണ്, നിങ്ങൾക്കറിയാം. അത് 89-90 90-ലാണ്. എനിക്ക് ശ്രീരാമൻ, നമ്മുടെ VK ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിനിമയുടെ CV ശ്രീരാമൻ. ഫെഫ്കയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയായ സോഹൻ സിവിലാൽ, ഫാക്ടറിയുടെ പ്രതിനിധീകരിച്ച് സോഹൻ സിവിലാൽ വേദിയുണ്ട്. സോഹനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പറഞ്ഞു. പിന്നെ ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ്റെ